അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. സംസ്ഥയുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ പുതിയ ശ്രദ്ധേയമായ ഒന്നാണ് ലേണിംഗ് പദ്ധതി. മദ്രസ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ മറ്റ് മതപരമായിട്ടുള്ള ക്ലാസ്സുകളും ഒക്കെ പുതിയ തലമുറക്ക് ഓൺലൈനിലൂടെ എത്തിച്ചു കൊടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലേണിംഗ് പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഇപ്പോൾ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസമാണല്ലോ. റബീഉൽ അവ്വൽ മാസത്തിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുജീവിതത്തിലേക്കുള്ള ഒരു പുനർവായന, അതാണ് ഇപ്പോൾ നമ്മൾ റബീഉൽ അവ്വലിൽ നടത്താറുള്ളത്. അപ്പോൾ അത് ലേണിങ്ങിലും അത് നടത്തുന്നു. പ്രമുഖ പണ്ഡിതന്മാർ, സാഹിത്യകാരെ അവരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഫെസ്റ്റിവൽ ഓഫ് ലവ് എന്നാണ് അതിനെ പേരിട്ടിരിക്കുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവനും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സഹജീവികളോടുള്ള അനുകമ്പയുടെയും വലിയ മാർഗദർശനങ്ങളാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് കാണിച്ച് തരുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കഅബയ്ക്ക് മുകളിൽ കയറിക്കൊണ്ട് പരിശുദ്ധമായ മക്ക വിജയത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണ്. ഹിജ്റയെ തുടർന്ന് മദീനയിലെത്തി. ഹിജ്റ പോകാനുള്ള കാരണമൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. മക്കക്കാരുടെ ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാതെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത്. പിന്നെ മദീനയിൽ വെച്ച് ഇസ്ലാം വളരെ ശക്തിപ്പെടുകയാണ്. തിരിച്ച് വിജയശ്രീലാളിതനായിട്ട് മക്കത്തേക്ക് പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും കടന്നു തിരിച്ചു വന്നു. ആ സന്ദർഭത്തിൽ കഅബയും മക്കയും ഇതെല്ലാം വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആ ഒരു അധീനതയിൽ വന്ന ഒരു സന്ദർഭമാണ്. അവിടെയാണ് മറ്റ് ഖുറൈശി പ്രമുഖരെല്ലാവരും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ സാഹൂതത്തോടെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് ആരെയാണ് ക്ഷണിക്കുക കഅബയുടെ മുകളിൽ കയറി ആ പ്രഖ്യാപനം നടത്താൻ എന്നത്. പിന്നെ അതിൻ്റെ ഉത്തരം നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കറുത്ത വർഗ്ഗക്കാരനായ നീഗ്രോയായ അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് അതിനുവേണ്ടി ക്ഷണിക്കുന്നത്. അപ്പോൾ അതായത് സാധാരണക്കാരോടൊപ്പം നിന്നു എന്നുള്ളതാണ്. കുലപതികളെ മാത്രമല്ല, സാധാരണക്കാരായവരും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഭാഗമായി സാഹോദര്യത്തിൻ്റെ പ്രതീകങ്ങളാണവർ എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ തെളിയിച്ചത് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ അത്തരത്തിലുള്ള കാരുണ്യത്തിൻ്റെ അധ്യായങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നു. അനാഥ മക്കളോട്, അഗതികളോട് അവിടെ നിന്നൊക്കെ കാണിച്ചിട്ടുള്ള സ്നേഹവും കരുതലും ഇത് ലോകത്ത് മറ്റൊരു നേതാവും കാണിക്കാത്ത തരത്തിലുള്ള ആഴത്തിലിറങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അനാഥ സംരക്ഷകനും അവിടെ നിന്നും സ്വർഗത്തിൽ വളരെ അടുത്ത സാമീപ്യമാണ് പുലർത്തുക എന്ന് അദ്ദേഹം ഇടയ്ക്കിടെ അനുയായികളോട് പറയാറുണ്ടായി. അപ്പോൾ അതൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുവാനാണ്, അനാഥ സംരക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കുവാനാണ്, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കുട്ടികളെ അങ്ങേയറ്റം സ്നേഹിച്ചു. എന്നതുപോലെ തന്നെ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ച, ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള വൃദ്ധന്മാരെ, അവരെയും അദ്ദേഹം വളരെയേറെ സഹായിക്കാനും അവരോട് ചേർന്നിരിക്കുവാനും തയ്യാറായി എന്നുള്ളതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ. ഇന്നിപ്പോൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഈ സമയത്ത് പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതകൾ, ലോകത്തിൻ്റെ കാരുണ്യം നഷ്ടപ്പെട്ട, അതിൽ ലോകത്തിന് അന്ധത ബാധിച്ചൊരു അവസരമാണ് ഇപ്പോൾ എന്നുള്ളത്. ഭരണകൂടങ്ങൾക്ക് അന്ധത ബാധിച്ചു, ഭരണാധികാരികൾക്ക് അന്ധത ബാധിച്ചു, സൈനിക മേധാവികൾക്ക് അന്ധത ബാധിച്ചിരിക്കുന്നു. അങ്ങനെ കൊടും യാതനയുടെ ഒരു കാലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടെയാണ് പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കരുതലിൻ്റെയും വലിയ അധ്യായങ്ങളുടെ പ്രസക്തി നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധ തടവുകാരോട് പോലും അവിടുന്ന് എത്രമാത്രം സ്നേഹമിശ്രണമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത് എന്ന് നമുക്കറിയാമല്ലോ. ഇന്നത്തെ കാലത്ത് യുദ്ധ തടവുകാരായി പിടിക്കുന്നവരെ എത്ര ക്രൂരമായിട്ടാണോ മർദ്ദിക്കാൻ കഴിയുക, ആ രീതിയിലാണ് അവരെ മർദ്ദിക്കാറുള്ളത്. ഇപ്പോൾ മക്ക ഫതഹിൻ്റെ ആ സന്ദർഭത്തിലേക്ക് തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അബൂ സുഫിയാൻ നമുക്കറിയാലോ, ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്നു. ബദറിലും ഹുദയിലും മറ്റ് വിശുദ്ധ യുദ്ധങ്ങളിലൊക്കെ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലാണ് ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ മുസ്ലിം പ്രവാചകർക്കെതിരെയൊക്കെയുള്ള ശത്രു പട ആഞ്ഞടിച്ചിരുന്നത്. എന്നാൽ മക്ക
വിജയത്തെ മക്കയിലെത്തിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ അവിടെ ചെയ്തത് എന്താണ്? ശത്രുപക്ഷത്തു നിന്ന് അബൂ സുഫിയാനും മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. അബൂ സുഫിയാൻ്റെ വീട്ടിൽ അഭയം തേടിയവർക്കും അവർ സുരക്ഷിതരാണെന്നുള്ള പ്രഖ്യാപനമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. അവരൊക്കെ ഭയചകിതരായി കഴിയുകയാണ്. എന്താണ് റസൂൽ നമ്മളെക്കുറിച്ച് എന്ത് വിധിയാണ് പുറപ്പെടുവിക്കുക എന്നൊക്കെ അവർ ഭയചകിതരായി കഴിയുന്ന സന്ദർഭത്തിലാണ് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ലോകത്തെ യുദ്ധ നിയമങ്ങൾക്ക് തന്നെ പുതിയ നിർവചനം, സ്നേഹത്തിൻ്റെ നിർവചനം, സാഹോദര്യത്തിൻ്റെ നിർവചനം നമുക്ക് നൽകിയ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെയൊക്കെ അടിസ്ഥാനം കാരുണ്യമായിരുന്നു. റഹ്മത്തുൽ ലിൽ ആലമീൻ, അതാണ് അതിൻ്റെ അടിസ്ഥാനം. പരിശുദ്ധ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചതാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ. വിശ്വാസികളോ അൽ അമീൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചു. വിശ്വാസികളല്ല, മക്കയിലെ മറ്റു സഹോദരങ്ങൾ, മക്കയിലെ ജനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ എന്ന് വിശേഷിപ്പിച്ചു. ഏറ്റവും വിശ്വസ്തനായ സത്യസന്ധനായ മനുഷ്യൻ. അള്ളാഹു വിശേഷിപ്പിച്ചത് ലോകത്തിന് മുഴുവനും കാരുണ്യം. അപ്പോൾ ആ കാരുണ്യത്തിൻ്റെ അധ്യായങ്ങളാണ് നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ മാസത്തിലെ ഈ പുണ്യ ദിനങ്ങളിലൂടെ നമ്മൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്നത്, പുനർവായന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫെസ്റ്റിവൽ ഓഫ് ലവിലും അത് തന്നെയാണ് നമുക്ക് നടത്തുവാനുള്ളത്. അതിനെല്ലാത്തിനും ആശംസകൾ നേരുകയാണ്. പ്രത്യേകിച്ച് ഈ പരിപാടി നമുക്ക് നൽകുന്ന പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് എസ് വിയെയും ഹാർദമായിട്ട് അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അസ്സലാമു അലൈക്കും.